ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സീഫാസ് കുക്ക് ബുക്ക്. ഞാനിന്നിവിടെ കാണിക്കുന്നത് ഗീ റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിന് വേണ്ടി ഒരു ഓനിയൻ എടുത്തിട്ടുണ്ട്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ബേ ലീഫെല്ലാം ഉണ്ട്, പിന്നെ പച്ചമുളക് 2 എണ്ണം, പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ചതച്ചെടുത്തതും ആവശ്യമുണ്ട്. പിന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിത് ഇവിടെ കുറച്ചും കൂടി കുറച്ചിട്ടാണ് ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നത്. എന്നിട്ട് നമുക്ക് ഓനിയനും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പേ കുറച്ച് പെരുജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഗീ റൈസിന് പെരുജീരകം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അരിയും ഇട്ട് കൊടുക്കുക. അരി ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം. ഇതിപ്പോൾ കൈമ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരമണിക്കൂർ നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ചോറ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെള്ളം വറ്റി വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇത് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ 2-3 തവണ മറിച്ചിടുമ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു അരമുറി ചെറുനാരങ്ങ കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ചോറൊന്നും ഒട്ടാതെ വെവ്വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റൈസാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.